യുഎസിലെ അടച്ചിടൽ പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പ്രത്യേക യോഗം ചേർന്ന സെനറ്റ് ഞായറാഴ്ചയും സെനറ്റ് സമ്മേളിക്കും. 3 ദീർഘകാല ധനവിനിയോഗ ബില്ലുകൾ പാസാക്കാനാണ് സെനറ്റിലെ റിപ്പബ്ലിക് അംഗങ്ങളുടെ നീക്കം. ഹെൽത്ത് കെയർ ടാക്സ് 1 വർഷത്തേക്ക് താൽക്കാലികമായി തുടർന്നാൽ ഫെഡറൽ ഫണ്ടിംഗ് ബിൽ പാസാക്കാൻ സഹകരിക്കാമെന്ന് ഡെമോക്രാറ്റിക് അംഗങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ റിപ്പബ്ലിക്കുകൾ നിർദ്ദേശം തള്ളുകയാണ് എന്നുള്ളതാണ്. ഐസൻ ജോസിലേക്ക് പോവുകയാണ്. ഐസൻ, പ്രത്യേക യോഗം ചേർന്നു, ഇന്നും ആ യോഗം തുടരും എന്നുള്ളതാണ്. പറയൂ ഐസൻ. തീർച്ചയായും ഇന്ന്, അതായത് നമുക്കറിയാവുന്നതാണ്, ഇന്ന് 9-ാം തീയതിയായി 40-ാം ദിവസമാണ്. അടച്ചിടലിന്റെ 40-ാം ദിവസമാണ്. ഒക്ടോബർ 1 മുതൽ അടച്ചിടൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ അടച്ചിടൽ തുടർച്ചയായി നീങ്ങിയ ഒരു സാഹചര്യത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധികളാണ് ആ രാജ്യം നേരിട്ടത്. സിവിൽ ഏവിയേഷന് വരെ, അല്ലെങ്കിൽ ഫെഡറൽ ഏവിയേഷന്റെ സംവിധാനങ്ങളെ വരെ ബാധിക്കുന്ന രീതിയിൽ ഈ അടച്ചിടൽ നീങ്ങിയ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. വിമാനങ്ങളുടെ എണ്ണം കുറയ്ക്കുക, സർവീസുകൾ 5000-ഓളം സർവീസുകൾ വെട്ടിക്കുറച്ചതായുള്ള വിവരങ്ങൾ ഈ അടുത്ത ദിവസം പുറത്തു വന്നിരുന്നു. 20% അത് ഉയരും. അതായത് സർവീസുകളുടെ വെട്ടിക്കുറച്ച സർവീസുകളുടെ എണ്ണം 20% ഉയരുമെന്ന സൂചനയെല്ലാം തന്നെ പുറത്തു വന്നൊരു പശ്ചാത്തലം കൂടിയുള്ള ഒരു സാഹചര്യം അതിരൂക്ഷമായ ഒരു വെല്ലുവിളിയായി അമേരിക്കയ്ക്ക് മുന്നിൽ നിലനിൽക്കുന്നതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിലെ സാഹചര്യങ്ങളിൽ വലിയ രീതിയിലുള്ള നീക്കങ്ങൾ റിപ്പബ്ലിക്കൻ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് സെനറ്റിൽ ഉണ്ടാകുന്നത്. സെനറ്റിന്റെ ഇന്നലെ ഒരു സമ്മേളനം നടന്നു. അടിയന്തരമായി അടുത്തൊരു സമ്മേളനം കൂടി നടന്ന് ദീർഘകാല ധനവിനിയോഗം മൂന്ന് ദീർഘകാല ധനവിനിയോഗ ബില്ലുകൾ പാസാക്കിയെടുക്കുക എന്നൊരു നീക്കമാണ്. അതേസമയം എന്താണോ ഡെമോക്രാറ്റുകൾ ഇക്കാര്യത്തിൽ ഒരു പ്രതിസന്ധിയായി മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ ഒരു വഴിയായി വെക്കുന്നത്, അത് ഇപ്പോഴും തുടരുകയാണ്. ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുന്നത് ഹെൽത്ത് കെയർ ടാക്സേഷൻ സംവിധാനങ്ങൾ 1 വർഷത്തേക്ക് കൂടി താൽക്കാലികമായി തുടരുകയാണെങ്കിൽ അക്കാര്യത്തിൽ ഈ ഫണ്ടിംഗ് ബില്ലിന്റെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനമെടുക്കാമെന്നായിരുന്നു നിർദ്ദേശം. ഈ നിർദ്ദേശം പൂർണ്ണമായും റിപ്പബ്ലിക്കുകൾ തള്ളുകയും ചെയ്തു. നിലവിലെ സാഹചര്യത്തിൽ റിപ്പബ്ലിക്കുകൾക്ക് 55 സീറ്റുകളും ഡെമോക്രാറ്റുകൾക്ക് 45 സീറ്റുകളുമാണ് സെനറ്റിലുള്ളത്. പക്ഷേ വെല്ലുവിളി എന്ന് പറയുന്നത്, ഈ ഫണ്ടിംഗ് ബിൽ പാസ്സാകണമെങ്കിൽ 60 പേർ ഒരു വോട്ട് ചെയ്യേണ്ടതുണ്ട്. 60 അംഗങ്ങളുടെ വോട്ട് പിന്തുണ സെനറ്റിൽ ആവശ്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് കൃത്യമായ നിലപാട് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ ചില നീക്കങ്ങളിൽ, ചില നിലപാടുകളിൽ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങൾ പോലും ഡെമോക്രാറ്റുകളുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം പോലും റിപ്പോർട്ട് ചെയ്തൊരു പശ്ചാത്തലത്തിൽ 60 അംഗങ്ങളെ തികയ്ക്കുക എന്നൊരു വെല്ലുവിളിയാണ് പരമപ്രധാനമായും ഇപ്പോൾ യുഎസ് ഭരണകക്ഷി നേരിടുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്നലെ അടിയന്തരമായി സമ്മേളിച്ച, അല്ലെങ്കിൽ തുടർച്ചയായി സമ്മേളിക്കുന്നത് പോലെ ഇന്നും സമ്മേളിക്കാനുള്ള ഒരു തീരുമാനം സെനറ്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്.